ശ്രീ റോണി കെ ബേബി പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അദ്ദേഹം വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത്. ഇതെന്തോ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ചെയ്യുന്നതാണൊക്കെ പറയുന്നത്. ആ ഉത്തരവ് ഒന്ന് വായിച്ചു നോക്കാൻ മെനക്കെടാതെയാണ് ബഹുമാനപ്പെട്ട ശ്രീ റോണി കെ ബേബി ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് പറയേണ്ടി വരുന്നതിൽ വലിയ വ്യസനമുണ്ടെങ്കിലും വസ്തുത അതാണ്. ശ്രീ എം ജയചന്ദ്രൻ, ഇവർ രണ്ടുപേരും പറയുന്നതിനെ അവരവരുടേതായ രാഷ്ട്രീയ താല്പര്യത്തിൽ ഒരു പക്ഷേ കേൾക്കാം, വസ്തുതകളുണ്ട് എങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കാൻ SIT ഒരുങ്ങുന്നത് അടക്കമുള്ള വിഷയത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ ഏതൊക്കെ തരത്തിലാണ് ഒരു നിഷ്പക്ഷ നിരീക്ഷണം താങ്കളിൽ നിന്നുണ്ടാകുന്നത്? ഇത് നമ്മൾ ഈ പിന്നെ ദേവസ്വം സ്പെഷ്യൽ ബെഞ്ചിന്റെ ആ സീൽഡ് കവറിൽ SITയുടെ റിപ്പോർട്ട് തരണം എന്ന് പറയുകയും അത് ലഭിച്ചതിന് ശേഷം ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഈ സ്പെഷ്യൽ ബെഞ്ച് പുറപ്പെടുവിച്ചുകൊണ്ടിരുന്ന ഉത്തരവുകൾ സൂക്ഷ്മമായി വായിക്കുകയും ചെയ്തിട്ടുള്ള ആർക്കും ഇതിൻ്റെ അകത്ത് ഒരു അത്ഭുതവും തോന്നില്ല. കാരണം ഡിസംബർ 5-ന്, ഇത് ഇന്ന് 31-ആണല്ലോ, ഡിസംബർ 5-ന് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ ഉച്ചയ്ക്ക് ശേഷം പുറത്തു വന്ന ഇടക്കാല ഉത്തരവിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ 2019 മുതൽ 2025 വരെയാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് SIT. പക്ഷെ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ 2014 മുതൽ ഉള്ളത് കൂടി അന്വേഷിക്കണം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. ഇത് ശ്രീ റോണി കെ ബേബി പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അദ്ദേഹം വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത്. ഇതെന്തോ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ചെയ്യുന്നതാണൊക്കെ പറയുന്നത്. ആ ഉത്തരവ് ഒന്ന് വായിച്ചു നോക്കാൻ മെനക്കെടാതെയാണ് ബഹുമാനപ്പെട്ട ശ്രീ റോണി കെ ബേബി ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് പറയേണ്ടി വരുന്നതിൽ വലിയ വ്യസനമുണ്ടെങ്കിലും വസ്തുത അതാണ്. അപ്പൊ എന്താണ് സംഭവം? അടൂർ പ്രകാശ് മാത്രമല്ലെന്നേ, അടൂർ പ്രകാശ് 2014 മന്ത്രിയാണെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അദ്ദേഹത്തിന് പോറ്റിയായിട്ട് ബന്ധമുണ്ടെന്നുള്ളതും പുറത്തു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ ഇനി അദ്ദേഹത്തിന് ഈ വസ്തുസ്ഥിതി വിവരങ്ങളുമായി ബന്ധപ്പെടുത്തി SIT വിളിച്ചു വരുത്തുക. പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല. അന്ന് ദേവസ്വം വകുപ്പ് പോയിട്ട് വേറൊരു മന്ത്രിയുണ്ട്, അദ്ദേഹത്തിലേക്ക് പോകേണ്ടി വരില്ലേ? എന്താ സംശയം അജിംഷാദേ, എന്താ സംശയം? ഒരു സംശയവും വേണ്ട. കാരണം അദ്ദേഹത്തിലേക്ക് പോകേണ്ടി വരുന്നത് അദ്ദേഹത്തിന് കുഴപ്പം അദ്ദേഹം കാണിച്ചിട്ടുള്ളതുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ രക്തബന്ധുവായ മറ്റൊരാൾ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിരുന്ന മറ്റൊരു വിദ്വാൻ അവിടെ കാണിച്ചിട്ടുള്ള നഗ്നമായ അഴിമതിയുണ്ട്. ചോദിക്കേണ്ടി വരില്ലേ? അല്ല, ചോദിക്കേണ്ടി വരില്ലേ? ആ മന്ത്രിയോട് ചോദിക്കേണ്ടി വരില്ലേ? വരുമെന്നേ. ഇത് അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം അതാണ്. അപ്പൊ എന്തുകൊണ്ട് അടൂർ പ്രകാശ് എന്നുള്ളതിന്റെ ഉത്തരം ക്ലിയർ ആയല്ലോ. അജിംഷാദിന് ക്ലിയർ ആയതല്ല ചോദിക്കുന്നത്. പ്രൊഫസർ റോണി കെ ബേബി ക്ലിയർ ആയി കാണുമല്ലോ. 1. 2, 1949 കവനന്റ് ഉണ്ട്. കവനന്റിൽ വ്യക്തമായി പറയുന്നൊരു കാര്യം, ഞാൻ കൈരളിയിലടക്കം മറ്റു പല ചാനലുകളിലും പറഞ്ഞിട്ടുള്ള അതേ കാര്യമാണ്, ആവർത്തന കൃഷ്ണത ഉണ്ടാവുകയാണെങ്കിൽ ക്ഷമിക്കുക എന്ന് മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് പറയുകയാണ്. ആ കവനന്റിൽ അടക്കം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഈ ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ ആൻഡ് ഓർഡർ, ആ ചുമതലയാണ് ദേവസ്വം വകുപ്പിനുള്ളത്. അതേസമയം റിച്വലിസ്റ്റിക് ആൻഡ് ഡേ ടു ഡേ ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ, അതാണ് ദേവസ്വം ബോർഡിനും തന്ത്രിക്കും പൂജാരിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഉള്ള ചുമതല. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം വകുപ്പിലെ 4 പേരുള്ള ഒരു മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു മിനിറ്റ്സിനും ഒപ്പിടേണ്ടി വരാതിരുന്നിട്ടുള്ളത്. ഈ ഒരു കാരണം കൊണ്ട് അധികാരമില്ല മന്ത്രിക്ക്, അതിൽ ഒപ്പിടാൻ അധികാരമില്ല. മന്ത്രിയുടെ PS ആയിരുന്ന ആളാണല്ലോ ഇവിടെ ഇരിക്കുന്ന സഹോ സമ്പത്ത്. അദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. കുറച്ചേ പറയാൻ സമയം ഉണ്ടായിരുന്നു, അദ്ദേഹം കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് വസ്തുത. അപ്പൊ ഈ തന്ത്രിയും പുരോഹിതരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം, അതിൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുള്ള ആരെങ്കിലും കുറ്റക്കാരാണെങ്കിൽ പുറത്തു കൊണ്ടുവരട്ടെ. കോടതി തെളിവ് സഹിതം വിചാരണ ചെയ്ത് അവർക്ക് നിയമാനുസൃതമായ ശിക്ഷ കൊടുക്കട്ടെ. അതിനാരാണ് തടയുന്നത്? ആർക്കെങ്കിലും തടയാൻ കഴിയുമോ? കോൺഗ്രസ്സുകാരെ പ്രചരിപ്പിക്കുന്നത് പോലെ പത്മകുമാറിനെ CPM പുറത്താക്കാത്തത് മറ്റാരോ ഉന്നതന്മാരെ പേര് വിളിച്ചു പറയുമത്രേ, അല്ലെങ്കിൽ പത്മകുമാർ. ഇതെന്ത് വിദണ്ഡവാദമാണിത്? വിദണ്ഡവാദം എന്ന് പറഞ്ഞാൽ അറിയുമല്ലോ, ശ്രീകണ്ഠേശ്വരൻ പറഞ്ഞിട്ടുള്ളത് സ്വന്തം പക്ഷത്തിനെ ന്യായീകരിക്കാൻ സാധ്യമാകാതെ മറുപക്ഷത്തിനെ അന്ധമായി
എതിർക്കുന്ന രീതിയാണ് വിദണ്ഡവാദം. ഈ വിദണ്ഡവാദമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പിന്നെ വിളിച്ചു പറയും അത്ര. ആര് വിളിച്ചു പറയുന്നതാണ്? പത്മകുമാർ. നല്ല ലോജിക്കല്ലേ കേട്ടാൽ കേൾക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഉൾക്കൊള്ളാൻ പറ്റണ്ടേ? അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പറയുകയല്ലേ ചെയ്യുക. പറയണമെങ്കിൽ പറഞ്ഞു കൊടുക്കട്ടെ. കാര്യം അസംബ്ലി ഇലക്ഷൻ ഇനി 2-3 മാസം മിച്ചമുണ്ടല്ലോ. അപ്പോഴത്തേക്ക് ഇതെല്ലാം തേഞ്ഞു വന്നു പോകുമല്ലോ. ഇന്നല്ലേ പ്രായോഗികമായ ഏത് രാഷ്ട്രീയക്കാരൻ ചിന്തിക്കൂ, അങ്ങനല്ലേ ഏത് കോൺഗ്രസ്സുകാരനും വിചാരിക്കൂ. അതിനൊക്കെ പകരം ഇത്തരത്തിൽ വക്രീകരിച്ച് കൊടുക്കുന്നത് എന്തിനാണല്ലോ എല്ലാവർക്കും അറിയാം. അത് മറ്റൊന്ന്, ഇങ്ങനെയുള്ള ഒരുപാട് അടലുകളുടെ ഒരു സംഘാതമായിട്ടാണ് ഈ കേസിനെ അവതരിപ്പിക്കാൻ